അപ്പോൾ ഇവിടെ ഫിർഔൻ ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ഫമൻ റബ്ബുകുമാ യാ മൂസ. അപ്പോൾ പിന്നെ ഖാല ഫിർഔൻ പറഞ്ഞു, ചോദിച്ചു, ഫമൻ റബ്ബുകുമാ യാ മൂസ, ഫമൻ എങ്കിൽ അതാണ് മൻ റബ്ബുകുമ. എന്താ മൻ റബ്ബുകുമ? നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണ്? മൻ ആരാണ്? റബ്ബുകുമ നിങ്ങൾ ഇരുവരുടെയും റബ്ബ്. നിങ്ങൾ ഇരുവരുടെയും എന്ന് പറഞ്ഞാൽ ആരാ? ഹാറൂൻ, മൂസ. നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണ്? യാ മൂസ. എന്താ യാ മൂസ? ഓ മൂസ. മൂസാനെ വിളിച്ചിട്ടാണ് പറയുന്നത് മൻ റബ്ബുകുമ നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണ് എന്ന്. ശരിക്കും എന്താ വേണ്ടത്? യാ മൂസ വ ഹാറൂൻ അല്ലേ? മൂസ, ഹാറൂൻ നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണെന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഫിറോൻ ചോദിക്കണ ആരോടാ? മൂസാനോട് മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? മൂസ അറിയാനുള്ള ചോദ്യമല്ലേ ചോദിക്കണത്. പിന്നെയോ കലിപ്പിൻ്റെയും കെടുമ്പിൻ്റെയും ചോദ്യമാണ്. ആ രണ്ടാളും നിൽക്കണേലും ഫിർഔൻ കലിപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും ചോദ്യമാണ്. രണ്ടുപേരും നിൽക്കേണ്ട, ഹാറൂനും മൂസയും. ഫിറൗൻ്റെ വിഷയം ദേഷ്യം ആരോടാ ഈ നിൽക്കുന്നത്? രണ്ടുപേരിൽ മൂസയോടാണ്. അതുകൊണ്ടാണ് ഫമൻ റബ്ബുകുമ യാ മൂസ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഹാറൂൻ അഫ്സഹു മിന്നി ലിസാൻ എന്നാണ്. ഹാറൂൻ നല്ല വാചാട്ടോപ്പിയാണ്. അത് പിന്നെ ഫിറൗനറിയാം, മൂസനെ കുറിച്ച് അറിയാം. മൂസാനെന്താ? മൂസാക്ക് സംസാരിക്കാൻ കഴിയില്ല, നാവിന് സംസാരത്തിൽ വിക്കുണ്ട്. അതുകൊണ്ടാണ് ആ സദസ്സിൽ തന്നെ ഫിറൗൻ പറയുന്നുണ്ട്, പിന്നെ അംഹാദല്ലദി ഹുവ മഹീൻ വലാ യകാദു യുബീൻ. മൂസ നിന്ദ്യനാണ് എന്ന് പറയുന്നുണ്ട്. വലാ യകാദു യുബീൻ, വ്യക്തമായി സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് പേരിൽ യാ മൂസ എന്നിട്ട് ചോദിക്കണം, മൂസ പറയാനാണ്. എന്തിന്? മൂസാക്ക് വിക്കുണ്ട്. അപ്പോൾ ഉത്തരം പറയുമ്പോൾ മൂസ വിക്കി പറയുമ്പോൾ കളിയാക്കാൻ വേണ്ടിയിട്ട്, പരിഹസിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പിന്നെ ഇങ്ങനെ മൻ റബ്ബുകുമ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? യാ മൂസ. മൂസനോട് പറയണ്ട, മൂസയാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന അർത്ഥത്തിൽ.